ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈ ഓട്ടം ടൈമിൽ രാവിലെ ഇങ്ങനെ നടക്കാൻ പോകുന്നത് പ്രത്യേക സുഖമാട്ടോ. നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇലകളൊക്കെ പൊഴിയുന്നതിന് മുമ്പുള്ള ഒരു ടൈം ഉണ്ടല്ലോ, മുഴുവൻ ഇങ്ങനെ ഒരു ബ്രൗൺ റെഡ് കളറിലാണ്. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ചെറിയ ചെറിയ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കൂണും അതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ടൈപ്പിലെ കൂണൊക്കെ ഇങ്ങനെ വരുന്നതാണ്. പിന്നെ ഒരു ചെറിയ തണുപ്പോട് കൂടി നമുക്കിങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക സുഖം. പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് നടക്കാൻ പോകും. വളരെ ശാന്തമായൊരു അന്തരീക്ഷം, പ്രത്യേക ഒരു സുഖം, സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. ഇനി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൂടുതലും സാറ്റർഡേ സൺഡേയിലൊക്കെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ കുറച്ച് ടൈം എടുക്കുമല്ലോ അതൊക്കെ ചെയ്തു വരാൻ. അപ്പോൾ ഇന്ന് ചപ്പാത്തിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. എനിക്കിങ്ങനെ സീസൺ വൈസ് നമ്മുടെ വീടും റൂമും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഓട്ടം സീസണാണ്, നമുക്കതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണമെന്ന്. അപ്പം ഞാനിന്ന് ഫ്രണ്ട് യാർഡ് കുറച്ചൊരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ഓട്ടം തീമിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഹൈഡ്രാഞ്ചിയ ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് നന്നായിട്ട് ഡ്രൈ ആണെങ്കിലും നല്ല വലിയ ബഞ്ചായിട്ട് അത് നിൽക്കും. അപ്പോൾ അത് വെച്ചിട്ടും പിന്നെ ഇങ്ങനെ കുറച്ച് ഡ്രൈ ലീഫും ഡ്രൈ ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ ഉള്ള ചെറിയ ചെറിയ മഷ്റൂമും ചെറിയ ചെറിയ ഓരോ പ്ലാന്റ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് ആയിരുന്നപ്പോഴേ ഞാനൊരു ചെറിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഇതിനകത്തായിരുന്നു സെറ്റ് ചെയ്ത്. എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ ഏറെക്കുറെ എൻ്റെ മേക്ക് ഓവറുകളെല്ലാം ഈ ഒരു ചെടിയിൽ നടത്താറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓട്ടം ടൈം ആകുമ്പോൾ മൊത്തത്തിൽ ഒരു എർത്തി ടോണാണല്ലോ, ഒരു ബ്രൗണിഷ് കളറാണല്ലോ എല്ലാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ ഇത് വെക്കാമെന്ന്. അത്യാവശ്യം വലിയൊരു പ്ലാന്റാണ്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട് ഡോറിൽ ഞാൻ സ്പ്രിങ് സീസൺ ആയിരുന്നപ്പോൾ ഒരു സ്പ്രിങ് സീസണിൻ്റെ ഫ്ലവേഴ്സും ലീഫും ഒക്കെ ആയിട്ടൊരു വ്രീത്തായിരുന്നു ഇട്ടിരുന്നത്. അപ്പം ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് ഈ ഓട്ടം സീസണിൻ്റെ പോലെ ആ തീം തോന്നുന്ന ഒരു കുറേ ഡ്രൈ ലീഫുകളൊക്കെ വരുന്ന പോലത്തെ ഒരു റീത്ത് ഉണ്ടായിരുന്നു, അതിട്ടു ഫ്രണ്ട് ഡോറിൽ. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഡ്രൈ ലീഫും ഡ്രൈ ഫ്ലവേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഡ്രൈ ലീഫും പ്ലാന്റ്സും ഒക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനത് ഫ്രണ്ട് വിൻഡോയുടെ സൈഡിലൊരു ചെറിയൊരു പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ അത് വെച്ചു. പിന്നെ ഹൈഡ്രാഞ്ചിയുടെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഈ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഇത് നമ്മൾ നേരത്തെ നഴ്സറിയിൽ നിന്ന് മേടിച്ച ആ പോട്ടാണ്. കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇടയ്ക്ക് ഒന്ന് ആ മഴയൊക്കെ വന്നപ്പോൾ കുറേ പൂക്കൾ കുറഞ്ഞു. വീണ്ടും ഒക്കെ അത്യാവശ്യം തളിർത്ത് കിളിച്ച് വരുന്നുണ്ട്, നന്നായിട്ട് പൂവൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഇതിൻ്റെ കുറേ ഫ്ലവേഴ്സൊക്കെ പോയി എല്ലാം നിൽക്കുകയായിരുന്നു, മങ്ങി നിൽക്കുകയായിരുന്നു. വീണ്ടും കുറച്ച് മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ഇടയ്ക്ക് വീണ്ടും നന്നായിട്ട് പൂത്തു. ഇവിടെ ഇങ്ങനെ ഞാൻ വെച്ചു. ആ ഫ്രണ്ടിൽ ആ ഒരു പോട്ട് ഉണ്ടായിരുന്നല്ലോ, ആ പോട്ട് ഇവിടെ വെച്ചു. പിന്നെ ഒരു വലിയ മഷ്റൂമും ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചു. പിന്നെ ഫ്രണ്ട് ഡോറിൽ ആ ഒരു റീത്തൊക്കെ ഇട്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ഓട്ടം ചെറിയ രീതിയിലൊരു മേക്ക് ഓവർ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കൊരു പ്രത്യേക സന്തോഷവും ഒരു സമാധാനവും ഒക്കെയാണ് ഇങ്ങനെയൊക്കെ കാണുന്നതും വെക്കുന്നതും. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണല്ലേ. ചിലവർക്ക് ഇതൊക്കെ ചെയ്യുന്ന ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ആ സാഹചര്യങ്ങൾ കൊണ്ട് ചിലവർക്ക് ചെയ്യാൻ പറ്റാതാകുന്നതായിരിക്കും. ചെറുതാണെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നതാണെങ്കിൽ ഒരു വലിയ കാര്യമാണല്ലേ. ഈ മെയിൻ ഡോറ് കയറി വരുമ്പോൾ ഒരു ചെറിയ ഫയർ സ്പേസ് ഉണ്ട്.
അപ്പോൾ അവിടെയാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഓട്ടം ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ കുറച്ച് ക്യാൻഡിൽസും ഈ ഒരു ബുദ്ധനും ഒക്കെ എപ്പോഴും ഇവിടെ വെക്കുന്നതാണ്. അതിൻ്റെ കൂടെ ചെറിയ 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 ഓട്ടം ഡെക്കറേഷൻസ് ഇവിടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഡ്രൈ ലീഫുകളുണ്ടല്ലോ, അത് 1-2 ഞാനിങ്ങനെ ഒന്ന് വെച്ചു. കൂടുതലൊന്നുമില്ല, 1-2 ലീഫുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ലീഫുകളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച്. അപ്പോൾ ഇവിടെ ഞാൻ 2 ലീഫ് വെച്ചു. ഇത് ഞാൻ ഫെൽറ്റ് വെച്ച് ക്രാഫ്റ്റ് ചെയ്ത 1-2 ഓട്ടം ഡെക്കറേഷൻസ്. അപ്പോൾ അത് ഇവിടെ ഹാങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വോൾ ഹാങ്ങിങ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ എനിക്ക് വേറൊരു ചാനലുണ്ട്, നേച്ചർ പെറ്റൽസ് എന്ന് പറഞ്ഞൊരു ചാനൽ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന എൻ്റെ ക്രാഫ്റ്റും ഒക്കെ വീഡിയോസാണ് ഞാൻ കൂടുതൽ അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് അഥവാ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്കോ അല്ലെങ്കിൽ ചാനലിൻ്റെ ലിങ്കോ എന്തെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ അത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്. ഫെൽറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇങ്ങനത്തെയുള്ള പല കളറിലെ ഫെൽറ്റുകൾ ഓട്ടം തീമിലുള്ളത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ചിട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റും. മേ ബി നമുക്ക് വേണ്ടി ചാർട്ട് പേപ്പറോ കളർ പേപ്പറോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്താട്ടെ. ഇത് ഫെൽറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. ഫെൽറ്റ് ഇട്ട് അങ്ങ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ നിൽക്കും. അങ്ങനെ പെട്ടെന്ന് അത് പോവില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിക്കോളൂ. ഒരെണ്ണം ഞാനിങ്ങനെ ഫോറിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഹാങ് ചെയ്തു. ഏകദേശം ഒരു ബ്രൗൺ ഒക്കെ പോലെ, ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ പോലെ, ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഐവറി ഷെയ്ഡൊക്കെ വരുന്നൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു ലൈറ്റൊക്കെ കൊടുത്ത് അവിടെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ വേറൊരു സൈഡിൽ ഹാങ് ചെയ്തു. നല്ല ഭംഗിയില്ലേ കാണാൻ? ഈസിയായി ചെയ്യാൻ കേട്ടോ. പക്ഷെ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയും കാണും. ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ ഒക്കെ ഒരു മോഡൽ. അപ്പം മൊത്തത്തിൽ നമുക്കിനി ലൈറ്റൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ക്യാൻഡിൽസും ചെറിയ ചെറിയ ലൈറ്റും പിന്നെ ആ ലീഫും മൊത്തത്തിലുള്ള ആ കളർ കോമ്പിനേഷനും ഒക്കെ കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു ഓട്ടം തീമിലൊരു നല്ലൊരു കോസി എഫക്റ്റ് ഇല്ലേ? എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു കാം, ക്വയറ്റ്, വാം, ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഒരു നല്ല ഭംഗി. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ ഒരു ഡാർക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഇരട്ടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും എനിക്ക് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും പറയണേ. ഇതിൽ കൂടുതലും എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഡ്രൈ ലീഫും ഡ്രൈ ഫ്ലവേഴ്സും പിന്നെ ചെറിയ ചെറിയ ആർട്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റൊക്കെ ആയിട്ടുള്ള എൻ്റെ DIY ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴും ഞാൻ കൂടുതലും അങ്ങനെയൊക്കെ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഓൾഡ് കാര്യങ്ങൾ റീയൂസ് ചെയ്യാനും ഒക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വെച്ചിട്ട് നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്നുകൂടെ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടും പരിസരവും ഇങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കുമ്പോൾ
ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നെയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് യാർഡും ഫോയർ സ്പേസുമാണ് ഓട്ടം തീമിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി റൂമും ബാക്കിയുള്ള ഡെക്കറേഷൻസും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഡെക്കറേഷൻസും വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെട്ടോ? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.